പ്രത്യേകിച്ച് സമൂഹം വളരെ മുഖവിലക്കെടുത്ത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അഥവാ പെൺകുട്ടികൾ പഠനരംഗത്ത് അത് സ്കൂൾ കാലം തൊട്ട് തന്നെ ഏറ്റവും മികച്ച നിലയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ആൺകുട്ടികൾക്ക് എന്തു പറ്റി എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. പലപ്പോഴും പഠനരംഗത്ത് നമ്മുടെ ആൺകുട്ടികൾ ഇന്ന് ഏറെ പിന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. എന്താണ് അതിന് കാരണം, എന്താണ് അതിന് പരിഹാരം എന്നുള്ളത് സമൂഹം ഒന്നടങ്കം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കഴിഞ്ഞ വർഷം ഒരു ഉന്നത കലാലയത്തിലെ അവിടുത്തെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു ആളുമായിട്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹത്തിനോടൊരു ഇൻ്റർവ്യൂവിൽ കൂടെ വന്ന പെൺകുട്ടികൾ ചോദിക്കുകയാണ്, സർ, താങ്കൾ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രോബ്ലം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചുകൊണ്ട് ആ ചോദ്യം ചോദിച്ച പെൺകുട്ടിക്ക് നേരെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങളാണ് ഇന്നത്തെ പ്രശ്നം എന്നാണ്. അപ്പോൾ ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം ആ കുട്ടിയോട് പറഞ്ഞത്, പെൺകുട്ടികളാണ് ഏറ്റവും പ്രശ്നം, കാരണം നിങ്ങൾ പഠിച്ച് ഏറെ മുന്നേറുന്നു. ഒരു മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ അദ്ദേഹം പറയുന്നത്, ഇന്ന് MBBSൻ്റെ ഫസ്റ്റ് ഇയർ ആവട്ടെ, സെക്കൻഡ് ഇയർ ആവട്ടെ, തേർഡ് ഇയർ ആവട്ടെ, നിങ്ങൾ പോയി പരിശോധിക്കൂ, എത്ര പെൺകുട്ടികളുണ്ട്, എത്ര ആൺകുട്ടികളുണ്ട്. ആ സ്ഥാപനത്തിൽ ഏകദേശം 60% പെൺകുട്ടികളാണെന്നുള്ളത്. BSc നഴ്സിങ്ങിന് അവിടെയുള്ളത് 60 കുട്ടികളിൽ ഒരു ആൺകുട്ടി മാത്രം, ബാക്കി 59 പേരും പെൺകുട്ടികളാണ് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പെൺകുട്ടികൾ ഉന്നത കലാലയങ്ങളിലും അതുപോലെ തന്നെ പഠനരംഗത്തും ഏറെ മികവുലർത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്, അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണത്. നമ്മുടെ ആൺകുട്ടികൾ എന്ത് ചെയ്യുന്നു, പഠനരംഗത്ത് അവർക്ക് എന്ത് സംഭവിക്കുന്നു, മുന്നോട്ട് വരാൻ പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചർച്ച ചെയ്യണം. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം.